നാടിന്റെ ദേശീയോത്സവം ശക്തികുളങ്ങര കുഞ്ചാച്ചമ്മന്റെ തിരുവുത്സവം. ശക്തികുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്രം തിരുനാൾ മഹോത്സവത്തിൽ അണിനിരക്കുന്ന ഗജവീരന്മാരെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോയുടെ 2ാം അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. അന്നേ ദിവസം ജനുവരി 19-ാം തീയതി ഞായറാഴ്ചയാണ്. പാർക്കാടി പൂരമുള്ള ദിവസമാണ്. എന്നിട്ടും മികച്ചൊരു ഗജനിരയെ കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക് എത്തിക്കുവാനായിട്ട് എല്ലാ ശക്തികുളങ്ങരയിലെ എല്ലാ പുരാഘോഷ കമ്മിറ്റികളും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ പാർട്ട് കാണാത്തവർ ദയവായി അത് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് നേരെ 2ാമത്തെ വീഡിയോ ഭാഗത്തിലേക്ക് കടക്കാം. വളരെ കുറച്ച് അപ്ഡേറ്റുകളാണ് 2ാമത്തെ വീഡിയോ ഭാഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ശക്തികുളങ്ങര കുഞ്ചാച്ചമ്മന്റെ തിരുവുത്സവം 2025 ജനുവരി 19-ാം തീയതി നടക്കും. തൃക്കൊടിയേറ്റ് ജനുവരി 10-ാം തീയതി നടക്കും. തൃക്കൊടിയേറ്റ് ദിവസം തങ്കയങ്കി ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈരാറ്റുപേട്ട അയ്യപ്പൻ കടന്നുവരും. ഈരാറ്റുപേട്ട അയ്യപ്പനാണ് ശക്തികുളങ്ങര ശ്രീധർമ്മശാസ്താവിനെ അന്നേ ദിവസം ശിരസിൽ വഹിക്കുന്നത്. ഈരാറ്റുപേട്ട അയ്യപ്പനോടൊപ്പം ആനയടി അപ്പു എന്തായാലും ഉണ്ടാകും എന്ന് നമുക്ക് അറിയാനായിട്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നുമല്ല, ചെറിയൊരു അപ്ഡേറ്റ് എന്തായാലും ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ 1-2-3 ഗജവീരന്മാർ കൂടി ജനുവരി 10-ാം തീയതി തങ്കയങ്കി ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഉണ്ടായിരിക്കും. നമുക്ക് ഉത്സവത്തിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അക്ഷയ കൃഷ്ണ പള്ളിക്കാവ് പൗരസമിതി നേർച്ചയായി സമർപ്പിക്കുന്ന ഗജവീരനാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ഗോപി കണ്ണനെ പായിത്തോട് ക്ഷേത്രം ട്രസ്റ്റ് നേർച്ചയായി സമർപ്പിക്കുന്നു. ചെമ്മാരപ്പള്ളി ഗംഗാധരൻ അതുപോലെ തന്നെ ചെമ്മാരപ്പള്ളി മാണിക്കൻ എന്നീ 2 ഗജവീരന്മാരെ മള്ളേഴത്തുമുക്ക് പൗരസമിതി നേർച്ചയായി സമർപ്പിക്കുന്നു. കാണാവിള ശിവനാരായണൻ എന്ന ഗജവീരനെ പൂമുഖം പ്രദേശ് എന്ന പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജൂനിയർ മുള്ളേഴത്തുമുക്ക് പ്രദേശ് ക്ലബ്ബ് നേർച്ചയായി സമർപ്പിക്കുന്നത് കീഴൂട്ട് ശ്രീകണ്ഠനെയാണെന്നവർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തമ്പുരാൻസ് പുരാഘോഷ കമ്മിറ്റി അവരുടെ ഒഫീഷ്യൽ ഗജവീരനെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ താഴെ നമ്മളത് സ്കിപ്പ് ചെയ്ത് പോയതാണ്, മറന്നു പോയതാണ്, ലിസ്റ്റ് എടുത്ത് വെച്ചതാണ്. അടക്കച്ചൽ ഗണേശനായിരുന്നു അവരുടെ ഗജവീരൻ. അവർ ആ ഗജവീരനെ മാറ്റിയിട്ടുണ്ട്. തമ്പുരാൻസ് പുരാഘോഷ കമ്മിറ്റിക്കായിട്ട് ഇക്കൊല്ലം ശക്തികുളങ്ങരയിൽ എത്തുന്നത് പാമ്പാടി സുന്ദരനാണെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തികുളങ്ങരയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടെമ്പിൾ പ്രദേശ് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആൽത്തറ മേളം, പൂരം എന്നിവ നടത്തുമെന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാരെ മറ്റു ഡീറ്റെയിൽസുകളൊന്നും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. 101-ൽ പരം കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ആൽത്തറ മേളം ഉണ്ടായിരിക്കും എന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച ഗജനിര ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ വട്ടം തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിന് കാർമ്മികത്വം വഹിച്ചത്. അത്തരത്തിലുള്ള ഗജവീരന്മാരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു പൂരമാകുവാൻ എല്ലാ പുരാഘോഷ കമ്മിറ്റികളെയും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം ഇനിയിപ്പോൾ 19-ാം തീയതിയാണ് ഉത്സവം, 10-ാം തീയതി കൊടിയേറും. അപ്പോൾ ഇനി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയായിരിക്കും നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റഗ്രാം ID കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ യൂട്യൂബ് അപ്ഡേറ്റുകളൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി.